السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ആമുഖങ്ങളില്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇമാം നവവി ഒരു ഭാഷാ പണ്ഡിതൻ ആയിരുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ദാറുൽ ഹുദയിലേക്ക് പ്രവേശനം നേടിയത് മുതൽ മഹാനവറുകളുടെ കിതാബുകൾ ഓതിക്കൊണ്ടിരിക്കുന്നത്, അവസാന വർഷത്തിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹദീസിലെയും ഫിഖ്ഹിലെയും ഗ്രന്ഥങ്ങളാണ്. ഇമാം നവവിയുടെ റളിയല്ലാഹു അൻഹു ഭാഷാ സംഭാവനകളെക്കുറിച്ച് അധിക വിദ്യാർത്ഥികളും പണ്ഡിതന്മാരും ബോധവാന്മാരാകാറില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇമാം നവവിയുടെ ഭാഷാ സംഭാവനകളെ പുരസ്കരിച്ചുകൊണ്ട് ഒരു പഠനം നടത്തേണ്ടത് ആവശ്യമായി വരുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഭാഷാ പണ്ഡിതൻ ആരാണ്? നമ്മളൊക്കെ 1-ാം ക്ലാസ് മുതൽ നഹ്വുൽ വാളിഹും അതിനുശേഷം നഹ്വിലെ പല ക്ലാസിക്കുകളുമൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഭാഷാ പണ്ഡിതന്മാരാണോ? നമ്മുടെ ജീവചരിത്രം എഴുതുന്നവർ നമ്മെ ഭാഷാ പണ്ഡിതന്മാർ എന്ന് രേഖപ്പെടുത്തുമോ? വെറും ഭാഷ പഠിച്ചതുകൊണ്ട് മാത്രം ഒരാൾ ഭാഷാ പണ്ഡിതനാകുമോ? ഇതാണ് ഞാൻ ഇമാം നവവിയുടെ ജീവചരിത്രത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന് ശേഷം വന്ന മിക്കവാറും എല്ലാ മുത്തർജിമീങ്ങളും എല്ലാ അസ്ഹാബു സിയറും അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഭാഷാ പണ്ഡിതൻ എന്ന് രേഖപ്പെടുത്തിയത് വളരെ അത്യപൂർവം പണ്ഡിതന്മാർ മാത്രമാണ്. സ്വരീഹായി അദ്ദേഹം ഒരു ഭാഷാ പണ്ഡിതനായിരുന്നു എന്ന് രേഖപ്പെടുത്തിയത് വളരെ ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായ സംഭാവനകളെ പലരും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ രേഖപ്പെടുത്തിയ ഇടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായ കൃതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഒരു ഭാഷാ പണ്ഡിതൻ, ലുഗവിയ്യ് അല്ലെങ്കിൽ നഹ്വിയ്യ് എന്ന് രേഖപ്പെടുത്തിയതായി ഞാൻ കണ്ടിട്ടുള്ളത് പ്രഥമമായും സിറിയക്കാരനായ അബൂബക്കർ ബിൻ ഖാളി ശുഹ്ബ എന്ന് പറയുന്ന തബഖാത്തു ഷാഫിഇയ്യ എഴുതിയ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അൽ മുഹദ്ദിസ്, അൽ ഫഖീഹ്, അൽ ലുഗവി, അൽ നഹ്വി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന് ലുഗവി എന്ന് പറയാൻ മാത്രമുള്ള ഭാഷാപരമായ സംഭാവനകളുണ്ടോ? ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ നഹ്വി എന്ന് പറഞ്ഞാൽ അത് ചരിത്രം അതിനെ ജസ്റ്റിഫൈ ചെയ്യുമോ? ഇത്രയുമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വളരെ ചുരുക്കി, വളരെ ചെറിയ രൂപത്തിൽ നമുക്ക് പറയാം. ആരാണ് ഒരു ലുഗവി എന്ന് നമുക്ക് സിമ്പിളായിട്ട് ആലോചിക്കാം. ആരാണ് ലുഗവിക്ക്? ഭാഷ പഠിക്കുന്ന ആൾ അല്ല. വെറും ഭാഷാ പഠനം നടത്തുന്ന അല്ലെങ്കിൽ ലുഗയിലെ ചില കിതാബുകൾ ഓതുന്ന, നഹ്വ് പഠിക്കുന്ന ആളാണെങ്കിൽ നമ്മളൊക്കെ ലുഗവിയങ്ങളാണ്. നമ്മളൊക്കെ വളരെ ഡീറ്റെയിൽഡായി വളരെ ആഴത്തിൽ അറബി ഭാഷ പഠിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ ഒരു ഭാഷാ പണ്ഡിതൻ്റെ എല്ലാ മഖായിസ്, എല്ലാ മആയിർ വെച്ച് നോക്കിയാലും ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു ഭാഷാ പണ്ഡിതനായിരുന്നു എന്ന് നമുക്ക് കാണാം. ഉദാഹരണത്തിന് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഏരിയകളുണ്ട്. നമുക്ക് ഉദാഹരണമായി ഇൽമുൽ അസ്വാത്ത് എന്നത് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഫോണോളജി ആൻഡ് ഫോണറ്റിക്സ്, ഈ രണ്ട് ഏരിയകളും. അത് ഭാഷയുടെ ഉച്ചാരണം എങ്ങനെയായിരിക്കണം. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബുകൾ ഓതിയവർ എന്ന നിലയിൽ നമുക്കൊക്കെ പറയാൻ സാധിക്കും, ഇമാം നവവിയുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും അദ്ദേഹം ഭാഷാ ചർച്ചകൾ, മബാഹിസ് ലുഗവിയ്യ നടത്താതെ ഒരു ഗ്രന്ഥവും അദ്ദേഹം എഴുതിയിട്ടുണ്ടാവില്ല. ഈവൻ അദ്ദേഹം ദഖായിഖുൽ മിൻഹാജ് എഴുതിയിട്ടുണ്ട്. ദഖായിഖ് എഴുതിയത് ശരിക്കും ഇമാം റാഫിഇയുടെ ഇബാറത്തുകളിൽ നിന്ന് മിൻഹാജിലേക്ക് വരുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയാണ്. അതിലും നോക്കിയാൽ നമുക്ക് കാണാം, വാക്കുകളുടെ അർത്ഥങ്ങൾ പറയുന്നുണ്ടാകും, വാക്കുകളുടെ വായിക്കേണ്ട രൂപങ്ങൾ പറയുന്നുണ്ടാകും. വാക്കുകൾ വായിക്കേണ്ട രൂപം തന്നെയാണ് ഇൽമുൽ അസ്വാത്ത് എന്ന് പറയുന്നത്.
ഭാഷ എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളതാണ് ശരിക്കും അസ്വാത്തിലെ ഒരു രീതി. ഭാഷയിലെ ഓരോ വാക്കുകളും ഏതെല്ലാം രൂപത്തിൽ ഉച്ചരിക്കാം. നമ്മൾ സാധാരണഗതിയിൽ അവലംബിക്കുന്ന ഡിക്ഷണറികൾ എടുത്തു നോക്കിയാൽ പോലും ഒരു പക്ഷേ നമ്മൾ കാണാൻ സാധ്യതയില്ലാത്ത വിവരണങ്ങൾ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും ലഘുവായ കൃതികളിൽ പോലും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം നഹ്വും സർഫുമാണ്. നഹ്വും സർഫും പറയാത്ത ഒരു ഇമാം നവവി ഗ്രന്ഥം നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. അത്രയും വിശദമായി അദ്ദേഹം നഹ്വും സർഫും ചർച്ച ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചർച്ച ചെയ്തത് എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. നഹ്വ് സർഫ്, അതേപോലെ ഇൽമു ദലാല, മുഷ്തറക് ലഫ്ലികൾ അല്ലെങ്കിൽ അൽദാദുകൾ, ഇങ്ങനെയുള്ള ദലാലത്തിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ദലാലിയായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ അങ്ങോളം ഇങ്ങോളം പരന്നു കിടക്കുന്നുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മോഡേൺ ലിംഗ്വിസ്റ്റുകൾ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് വിളിക്കുന്ന ഒരു പഠനശാഖ. എന്താ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഓരോ സൊസൈറ്റിയും ലാംഗ്വേജിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഈ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. സോഷ്യോളജിയുമായി അല്ലെങ്കിൽ സൊസൈറ്റിയുമായി ഭാഷ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത്. ഇമാം നവവിയുടെ ഗ്രന്ഥങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഏത് വാക്ക് കിട്ടിയാലും ഇമാം നവവി റളിയല്ലാഹു അൻഹു ആ വാക്കിൻ്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് മുഅറബ് ഔ ദഖീൽ എന്ന് കണ്ടെത്താൻ ശ്രമിക്കും. ഈ ഭാഷയുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെയാണെങ്കിൽ, മറ്റു ഭാഷകളിൽ നിന്നാണെങ്കിൽ അതൊക്കെ, ഉറവിടം അറബികളിൽ നിന്ന് തന്നെയാണെങ്കിൽ ആ ഭാഷ ഏത് ഖബീലയുടെ ഭാഷയാണ്, ഇത് തമീമിൻ്റേതാണോ, റബിയയുടേതാണോ, മുളറിൻ്റേതാണോ, അസ്ദ് ഷനൂഅയുടേതാണോ എന്നിങ്ങനെ വിശദമായ ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഞാൻ മൊത്തത്തിലാണ് പറയുന്നത്, ഒരു ഗ്രന്ഥത്തിലേക്കും തർക്കീസ് ചെയ്തുകൊണ്ട് പറയാൻ ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഹിസ്റ്റോറിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഭാഷാശാസ്ത്രജ്ഞർ പഠിക്കുന്ന ഭാഷയിലെ വാക്കുകൾക്ക് വരുന്ന തതവ്വുർ താരീഖി, ചരിത്രത്തിൽ ഓരോ ഘട്ടങ്ങളിലും അതിന് മാറ്റങ്ങൾ വരും. ജാഹിലിയ കാലത്ത് ഉപയോഗിച്ച വാക്കായിരിക്കില്ല ഇസ്ലാമിക കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ആ അർത്ഥം തന്നെ മാറിയിട്ടുണ്ടാവും. സ്വലാത്ത് എന്നുള്ളത് ദുആ എന്നുള്ള ഭാഷാർത്ഥത്തിൽ നിന്ന് ഇന്ന് നാം കാണുന്ന നിസ്കാരമായി മാറുന്നത് ഇസ്ലാമിക കാലഘട്ടത്തിലാണ്. ഇതൊരു തതവ്വുർ താരീഖിയാണ്. ആ തതവ്വുറിനെ ഹഖീഖത്ത് മജാസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ഹഖീഖത്ത് മജാസാകുന്നത് ഗൈറു മാ ഉളിയ ലഹുവിൽ ഉപയോഗിക്കുമ്പോഴാണ്. അതിൻ്റെ യഥാർത്ഥ വലഇൽ അത് ഹഖീഖിയായിരുന്നു. പിന്നീട് അത് ഹഖീഖ ശർഇയ്യ ഉണ്ട് എങ്കിൽ പോലും പിൽക്കാലത്ത് അതിൻ്റെ ഉപയോഗം മാറി വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇമാം നവവിയുടെ കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും അവസാനമായി ഒരു ഭാഷാ പണ്ഡിതൻ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊരാളെ ഭാഷാ പണ്ഡിതനാണോ എന്ന് അളക്കാനുള്ള ഏറ്റവും ലളിതമായ ഒരു മാർഗമാണ് അദ്ദേഹം ഡിക്ഷണറികൾ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളത്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ബൃഹത്തായ 2 ഡിക്ഷണറികൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു രചിച്ചിട്ടുണ്ട്. ഒന്ന് തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന് പറയുന്ന വെറും ഡിക്ഷണറി എന്ന് പറഞ്ഞ് ചുരുക്കാൻ കഴിയാത്ത, ഡിക്ഷണറിയും ചരിത്രവും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ ഉൾക്കൊള്ളുന്ന വളരെ വിശാലമായ എന്നാൽ വളരെ ചെറിയ ഹജ്മിനുള്ളിൽ ഒതുക്കാൻ വേണ്ടി ഇമാം നവവി റളിയല്ലാഹു അൻഹു ശ്രമിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത്. അതുപോലെ തഹ്രീറു അൽഫാളി തംബീഹ് എന്ന് പറയുന്ന ഒരു കൃതി, തഹ്രീറു അൽഫാളി തംബീഹ്, ഇമാം ഷിറാസി റളിയല്ലാഹു അൻഹുവിൻ്റെ തംബീഹിനെ പുരസ്കരിച്ചുകൊണ്ട് അതിലെ പദങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്ന തഹ്രീറു അൽഫാളി തംബീഹ്. തംബീഹിനെ കുറിച്ച് ഇമാം നവവിക്ക് ഒരുപാട് കിതാബുകളുണ്ട്, നിങ്ങൾക്ക് വഴിയെ കേൾക്കാൻ കഴിയും. അതിൽപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ഇമാം നവവിയുടെ ലുഗവിയായ ഒരു ഗ്രന്ഥമാണ് തംബീഹ്. ഏറ്റവും ചുരുങ്ങിയത് രൂപത്തിൽ നമുക്ക് ഇമാം നവവിയെ ഈ മാനദണ്ഡങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് ലുഗവി എന്ന് വിളിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. ഇനി ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു ഡിക്ഷണറി മേക്കറാണ്, ഒരു മുഅ്ജമിയാണ്, ഒരു ലെക്സിക്കോഗ്രാഫർ ആണ് എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ മുഅ്ജമുകളുടെ ഇനത്തിലെ ഒരു ക്ലാസിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം മുഅ്ജമിൽ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ സ്വീകരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശൈലി ഏതൊരു ക്ലാസിക്കൽ ഡിക്ഷണറിയോടും, അറബി ഭാഷയിലെ ഏതൊരു ഡിക്ഷണറിയോടും കിടപിടിക്കുന്ന ശൈലിയാണ്.
അദ്ദേഹം അതിൻ്റെ തർത്തീബിൽ ഉപയോഗിച്ചിരിക്കുന്ന രീതി എല്ലാ ഡിക്ഷണറികളുടെയും പോലെയല്ല. അന്നത്തെ കാലത്ത് ഇബ്നു മൻദൂർ ലിസാനുൽ അറബ് എഴുതുന്ന ഏകദേശം കാലയളവുകളുടെ അടുത്തൊക്കെ തന്നെയാണ് ഇമാം നവവിയും തെഹദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇമാം നവവി റളിയല്ലാഹു അൻഹു തെഹദീബുൽ അസ്മായിൽ ഉപയോഗിച്ചിരിക്കുന്ന തർത്തീബിൻ്റെ രീതി അലിഫ് ബാഇൻ്റെ രീതിയാണ്. എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ അക്ഷരത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്, ആദ്യാക്ഷരത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഡിക്ഷണറി തയ്യാറാക്കിയിട്ടുള്ളത്. ഏത് രൂപത്തിലല്ല, ഖാമൂസിൽ ഫൈറൂസാബാദിയും അല്ലെങ്കിൽ മുഅ്ജമു ലിസാനിൽ അറബിൽ ഇബ്നു മൻദൂറും ചെയ്ത രീതിയിലല്ല. അതായത് അക്കാലത്ത് ഡിക്ഷണറി മേക്കിംഗ് അല്ലെങ്കിൽ ഇൽമുൽ മആജിം എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയാണ്. ഓരോ ഇൽമുകളിലും അപ്ഡേഷൻ നടക്കുന്നത് ആ ഇൽമുകളെ കൂടുതൽ വിശാലമാക്കുകയും ആ ഇൽമുകൾ പഠിക്കാൻ കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ഡിക്ഷണറി ഏറ്റവും ആദ്യം രൂപപ്പെട്ടപ്പോൾ അൽ ഖലീൽ ബിൻ അഹ്മദ് അൽ ഫറാഹിദി ഐന് രചിച്ചപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ തർത്തീബിലല്ല പിൽക്കാലത്തുള്ള ഡിക്ഷണറി രചയിതാക്കളൊന്നും അതുണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഖലീൽ ബിൻ അഹ്മദിൻ്റെ കിതാബുൽ ഐനിന് ഐന് എന്ന് പേര് വരാൻ കാരണം അദ്ദേഹം ഐന് എന്ന അക്ഷരത്തിലാണ് തുടങ്ങിയത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ പിൽക്കാലത്ത് ഡിക്ഷണറി പണ്ഡിതന്മാർ അല്ലെങ്കിൽ അറബി ഭാഷാ പണ്ഡിതന്മാർ ഡിക്ഷണറി ഉണ്ടാക്കിയപ്പോൾ ഈ ശൈലിയെ ലഘൂകരിച്ച് കൊണ്ടുവന്ന് ഏറ്റവും ഒരു ത്വാലിബുൽ ഇൽമിനെ ഏറ്റവും മനോഹരമായി ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഡിക്ഷണറി നോക്കി അർത്ഥങ്ങൾ കണ്ടെത്താം എന്നാണ് അവർ ആലോചിച്ചത്. ഇമാം നവവി തൻ്റെ ഡിക്ഷണറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഏറ്റവും പ്രസിദ്ധമായ തൻ്റെ മാസ്റ്റർ പീസ് ഡിക്ഷണറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ മാസ്റ്റർ പീസ് കിതാബ് ലുഗയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം ഏറ്റവും സഹലായിട്ടുള്ള രീതിയാണ്, ഏറ്റവും എളുപ്പത്തിൽ വാക്കുകൾ കണ്ടെത്താൻ പറ്റുന്ന രീതിയാണ്. കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നില്ല. ഈ ഡിക്ഷണറി മേക്കിംഗ് എന്നുള്ള അർത്ഥത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു സമ്പൂർണ്ണനായ ഭാഷാ പണ്ഡിതനാണ്. എന്നാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഭാഷ ഇത്ര ഡീപ്പായി പഠിച്ചത് എന്നാലോചിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഫിഖ്ഹി പണ്ഡിതന് ഇല്ലാത്ത അത്രയും ഭാഷാ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഭാഷയിലുള്ള ഒരു ആഴത്തിലുള്ള പഠനം ഇമാം നവവി റളിയല്ലാഹു അൻഹു നടത്തിയത് എന്തിനു വേണ്ടിയായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഇമാം നവവി റളിയല്ലാഹു അൻഹു തെഹദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൻ്റെ മുഖദ്ദിമയിൽ പറയുന്ന പ്രധാനപ്പെട്ട വളരെ ചെറിയ ലഘുവായ രൂപത്തിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അധിക മുഹദ്ദിസീങ്ങൾക്കും അധിക ഫുഖഹാക്കൾക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് അവർ ഭാഷയിൽ പല തെറ്റുകളും വരുത്തുന്നു അല്ലെങ്കിൽ ഭാഷയിൽ അവർ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. ഇമാം നവവിയുടെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാം ഇമാം നവവി കാര്യമായി ഇമാം നവവിയെ സ്വാധീനിച്ച ഒരു പണ്ഡിതൻ എന്ന് നമുക്ക് പറയാവുന്ന ഒരു ഇമാമാണ് അബു ഇസ്ഹാഖ് ഷിറാസി റഹിമഹുല്ല. അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങൾക്ക് ഷറഹ് എഴുതിയിട്ടുണ്ട്. ഇമാം ഷിറാസിയുടെ തംബീഹിന് ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. ഷറഹും മുഖ്തസറും അതിന് ലുഗത്തും പലതരത്തിലുള്ള ഖിദ്മാത്തുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇമാം ഷിറാസിയുടെ ഭാഷയിൽ വന്നിട്ടുള്ള പിഴവുകൾ പോലും അല്ലെങ്കിൽ സഹവുകൾ പോലും ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉണർത്തിയിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഷയിൽ വന്നിട്ടുള്ള പിഴവുകൾ ഇമാം നവവി ഉണർത്തിയിട്ടുണ്ട്. പിഴവ് എന്ന് പറയുന്നത് ശരിയാണോ എന്നറിയില്ല. ബികുല്ലി ഇഹ്തിറാമിൻ വ തഖ്ദീർ അവരുടെ സഹവുകളെ ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ ഖാളി ഇയാളിൻ്റെ ഭാഷയിൽ വന്നിട്ടുള്ള ചെറിയ സഹവുകൾ ഉണർത്തിയിട്ടുണ്ട്. അതേസമയം ഇമാം നവവി റളിയല്ലാഹു അൻഹു താൻ ആദരിക്കുന്ന തൻ്റെ ആരാധ്യ പുരുഷൻ ഫി അൽ മഅന ലുഗവി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഇമാം ഷാഫിഈ ഉപയോഗിച്ച ഭാഷയിലെ പിഴവ് ശരിയാണ് എന്ന് വരുത്താനും, പിഴവല്ല, ഭാഷയിൽ ഇമാം ഷാഫിഈക്കെതിരെ ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ട മേഖലകളുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കാന ഹുജ്ജതൻ ഫിൽ ലുഗ, ഭാഷയിലെ ഒരു ഹുജ്ജയായ ഇമാം ഫിൽ ലുഗ ആണ്. പക്ഷേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ച ചില വാക്കുകൾ പണ്ഡിതന്മാർ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ഫുഹാല് എന്ന് പറയുന്ന ഒരു വാക്ക്, ഫുഹാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ തപ്പനയുടെ എന്തോ സാധനമോ മറ്റോ ആണ്, അർത്ഥം കൃത്യമായി ഓർക്കുന്നില്ല. അത് ഫസീഹല്ല. അറബികൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഫുഹൂല് എന്നാണ് ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ അറബികളുടെ ഏറ്റവും ഫസീഹായ ലോകത്തിൽ ഫുഹാല് എന്നാണ് പറയേണ്ടിയിരുന്നത് എന്ന് ഇമാം ഷാഫിഈക്കെതിരെ ഒരു ക്രിറ്റിസിസം നിലനിൽക്കുന്നുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ വാക്കിനെ എടുത്തിട്ട് ഇതിലുള്ള ലുഗകൾ
ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ കൃതികളിൽ പലപ്പോഴും നമ്മൾ കാണുന്നതാണ്, ഏത് വാക്കിൻ്റെയും വ്യത്യസ്തമായ ലുഗകൾ പറയും. ഒരു ഫഖീഹിനെ സംബന്ധിച്ച് ഈ ലുഗകളൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഫിഖ് പഠിക്കുന്ന ആൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായാൽ പോരെ എന്ന് ചിന്തിക്കുന്നതിലപ്പുറം ഇമാം നവവി റളിയല്ലാഹു അൻഹു വിചാരിച്ചത്, ഒരു ഫിഖ് പഠിക്കുന്ന, ഒരു ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥി ഭാഷയെ ഏറ്റവും കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കിയിരിക്കണം എന്നാണ്. അതിനുവേണ്ടി അദ്ദേഹം ഇങ്ങനെ ഓരോ വാക്കുകളുടെയും ലുഗത്ത്, അതിലുള്ള വ്യത്യസ്തമായ വായനാ രീതികൾ, അൽ ഖാത്തം എന്നതിനെ 4 രൂപത്തിൽ വായിക്കാം എന്ന് പറയുന്നുണ്ട്. നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഖാത്തമ്, ഖാത്തിമ്, വേറെയും ലുഗകളുണ്ട്. ഇസ്ബഅ് എന്നതിനെ 10 ലുഗത്തിൽ വായിക്കാം എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പലയിടങ്ങളിൽ പറയുന്നുണ്ട്. തഹ്രീറിൽ പറയുന്നുണ്ട്, തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിലൊക്കെ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷാഫിഈ ഇമാമിനെ വളരെ 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 കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും ശ്രമിക്കുന്നുമുണ്ട്. അതേസമയം ഇതുപോലെ മറ്റൊരു ഇമാമിൻ്റെ ലുഗയിൽ വന്നിട്ടുള്ള തെറ്റിനെ, അല്ലെങ്കിൽ ഭാഷയിൽ വന്നിട്ടുള്ള ചെറിയ പിഴവിനെ, ഉദാഹരണത്തിന് ഇമാം സാലബ് ലുഗവി കബീർ, അദ്ദേഹത്തിൻ്റെ അൽ ബാരിഹ എന്നുള്ളത് നമ്മൾ ഇന്നലെ രാത്രി എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ടല്ലോ. അൽ ബാരിഹ എന്നത് ഇന്നലെ രാത്രി എന്ന് പറയണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ അത് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇമാം സാലബിൻ്റെ അഭിപ്രായം. രാവിലെ എണീറ്റിട്ട് അൽ ബാരിഹ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി എന്ന് പറയാൻ പറ്റില്ല, അൽ ലൈല എന്ന് പറയണം, അല്ലെങ്കിൽ അൽ ലൈല അൽ മാളിയ എന്ന് പറയണം എന്ന് ഇമാം സാലബ് സമർത്ഥിച്ചു. പക്ഷേ ഹദീസിലുണ്ട്, ഹൽ റഅ അഹദും മിൻകും അൽ ബാരിഹത റുഇയൻ, ഇന്നലെ രാത്രി നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് പ്രവാചകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിനെ വ്യാഖ്യാനിക്കുന്നത്, അത് ഒന്നുകിൽ ഇത് മജാസാണ്, ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് മജാസിയായ പ്രയോഗമാണ് എന്നാണ്. ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് അൽ ബാരിഹ എന്നതിനെ മജാസിയായ അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നതാണ് എന്നാണ്. ഇമാം നവവിയുടെ ഭാഷാപരമായ ചർച്ചകളുടെ വ്യാപ്തിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇത്രയും സൂചിപ്പിച്ചത്. എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒക്കെ അറിയാവുന്നതുപോലെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഭാഷ പഠിച്ചത് ഭാഷാ പണ്ഡിതനാവാൻ വേണ്ടി ആയിരുന്നില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഭാഷ പഠിച്ചത് ഒരു ഭാഷാ പണ്ഡിതന് മാത്രമേ ഒരു യഥാർത്ഥ ഫഖീഹോ മുഹദ്ദിസോ ആകാൻ പറ്റുകയുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഭാഷ പഠിച്ചത്. അതിനെ പുതിയ കാലത്ത് അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയാം. ഭാഷയെ ഭാഷയായി പഠിക്കാതെ ഭാഷയെ ഏതെങ്കിലും ഒരു വിജ്ഞാന ശാഖയോട് ചേർത്തിക്കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇമാം നവവി ഡിക്ഷണറികൾ രചിച്ചു എന്ന് പറഞ്ഞു. ഇമാം നവവി രചിച്ചതൊന്നും മുസ്തഖില്ലായ ഡിക്ഷണറികളായിരുന്നില്ല. ഇമാം നവവി ഒരു എല്ലാ ഭാഷയിൽ വളരെ വിശാലമായ പഠനം നടത്തിയിട്ടുണ്ടെങ്കിലും ഇമാം സീബവഹിയെ പോലെ, അല്ലെങ്കിൽ ഇമാം ഫറായിനെ പോലെ, ഇമാം സജ്ജാജിയെ പോലെ, ഇമാം സാലബിനെ പോലെ ഒരു ലുഗവിയായിട്ട് നമ്മളാരും കേൾക്കാറില്ല. കാരണം കറസ ജമീഅ ജുഹൂദിഹി മിൻ അജലിൽ ഫിഖ്ഹി വൽ ഹദീസ്, അദ്ദേഹത്തിൻ്റെ ലുഗവിയായ സംഭാവനകളെ അദ്ദേഹം ഫിഖ്ഹിൻ്റെയും ഹദീസിൻ്റെയും ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഒരു മുസ്തഖില്ലായ ലുഗവിയായി ചരിത്രം പരിചയപ്പെടുത്താതെ പോയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട്, വളരെ വിശാലമായ വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ ലുഗത്ത് രൂപപ്പെടുന്നതിൽ പങ്കുവഹിച്ച പണ്ഡിതന്മാരെക്കുറിച്ച് പറയാനുണ്ട്, അദ്ദേഹം പഠിച്ച കിതാബുകളെക്കുറിച്ച് പറയാനുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഉസ്താദുമാരും, ഇബ്നു ജിന്നിയുടെ ലുമഅ ഉൾപ്പെടെയുള്ള, ഇബ്നു ഇബ്നു സിക്കീത്തിൻ്റെ ഇസ്ലാഹുൽ മന്തിഖ് ഉൾപ്പെടെയുള്ള കൃതികളെക്കുറിച്ച് പറയാനുണ്ട്. വിശാലമായ സമയമുണ്ടപ്പോൾ നമുക്ക് പറയാം. ഈ വിഷയത്തിലാണ് ഞാൻ എൻ്റെ PhD പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ശോധഗംഗയിൽ പോയാൽ അത് വേണമെങ്കിൽ റെഫർ ചെയ്യാൻ വേണ്ടി ലഭിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ലഘു വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.